ജേർണി ഒന്ന് പറഞ്ഞു തന്നാലോ? കുറച്ചായി ആലോചിക്കുന്നു, അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചാലോ? അപ്പം ഇന്ന് നമുക്ക് എൻ്റെ PG ലൈഫിനെ കുറിച്ച് സംസാരിക്കാം. ഒരുപാട് ഭംഗിയുള്ള ഈ സ്ഥലം ഒന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യാം കൂടെ എന്നെയും. ഇറ്റ്സ് മീ ദ്യുതി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ സ്ഥലം നിങ്ങൾക്ക് മുന്നേ കണ്ടു പരിചയമുണ്ടോ? എനിക്ക് പരിചയമുണ്ട്. കുറച്ച് കാലങ്ങളായി ഞാൻ വന്നിട്ടുണ്ട് ഇവിടെ. ലീവ് ഇറ്റ്. അപ്പോൾ ഇവിടെ എന്തോ കാർണിവലൊക്കെ നടന്നതിൻ്റെ കുറേ റൈഡും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. അവർ കൊണ്ടുപോയിട്ടില്ല എന്ന് തോന്നുന്നു. പറ്റിയാണ് നമുക്ക് നിൽക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ MTech ലൈഫിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. BTech കഴിഞ്ഞ് ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ MTechലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഞാൻ ചെയ്ത BTech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആയിരുന്നു. ഇവിടെ ഒത്തിരി നല്ല നല്ല കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം നമുക്ക് സമാധാനമായിട്ടൊരു സ്ഥലത്ത് ഇരുന്നതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ വിളിച്ചില്ല. വാവ്, അടിപൊളി ഒത്തിരി ഫ്രെയിംസ് ഉണ്ട്. ഇവിടെയൊക്കെ കുറേ ഊഞ്ഞാലൊക്കെ കാണുന്നുണ്ട്. നമുക്കതിൽ ഏതിലെങ്കിലും ഒന്നിലിരിക്കാം. അതിന് മുന്നേ ഞാൻ ഈ സ്ഥലം ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, വാവ്, look at this guys. ഫോട്ടോ ഫ്രെയിമിനൊക്കെ പറ്റിയ സ്ഥലം. ഇവിടെ നല്ല രസമുണ്ടാവും അല്ലേ? വിളിച്ചുണ്ടോ? ഇവിടെയും ഇരിക്കാം. ഓക്കെ, ഐ തിങ്ക് ലെറ്റ്സ് സിറ്റ് ഹിയർ. ഇതാകുമ്പോൾ തണലും ഉണ്ട്, കേൾക്കുകയും ചെയ്യാം. ഹലോ, അപ്പോൾ നമുക്ക് എൻ്റെ PG ലൈഫ് സ്റ്റോറി പറയാം. ഞാൻ എൻ്റെ MTech ലൈഫ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ BTech ലൈഫ് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് എടുത്തതിന് ശേഷമാണ് MTechന് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് BTech ചെയ്യുന്ന സമയത്തെ MTech ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ ഗേറ്റിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു. പക്ഷേ ഗേറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത സമയത്ത് ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാൻ അത് സീക്രട്ടായിട്ട് കീപ്പ് ചെയ്തു. അങ്ങനെ ഞാൻ പഠിച്ച് BTech കഴിയാനായപ്പം നമുക്ക് 3rd ഇയറിൽ MTechൻ്റെ ഗേറ്റ് എക്സാം എഴുതാൻ പറ്റും. ഞാൻ ഗേറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു. അവസാനം വീട്ടിൽ പറഞ്ഞപ്പം വീട്ടിൽ നിന്ന് ഒറ്റ വാശിയായിരുന്നു, MTechന് പോകണ്ട, ജോലിക്ക് പോയാൽ മതി. എനിക്കത് ഭയങ്കര വിഷമമായി. കാരണം ഞാൻ കുറേ വർഷം പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ടൊക്കെയായിരുന്നു ഗേറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്, എനിക്ക് MTech ചെയ്യണം എന്നുള്ളൊരാഗ്രഹത്തിൽ. അങ്ങനെ അതൊരു വിഷമമായി. പിന്നെ ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ MTechന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പം എനിക്ക് അപ്ലൈ ചെയ്യേണ്ട സമയത്ത് വന്നപ്പോൾ എനിക്കറിയില്ല എപ്പോഴാണ് ആപ്ലിക്കേഷൻ ഇടേണ്ടത്. ഞാൻ ആ സമയത്ത് പുറത്തൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി ഡീറ്റെയിൽസൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ടീച്ചേഴ്സിൻ്റെ അടുത്തും കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിക്കുന്നത്. സെയിം ടൈം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഒരു ഫ്രണ്ട് ദിൽഷ, അവൾ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ എൻ്റെ അനിയൻ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു, പ്രണവ്. അപ്പോൾ അവർ രണ്ടുപേരുടെ അടുത്തും ഞാൻ പറഞ്ഞു, എപ്പോഴാണോ MTechൻ്റെ അഡ്മിഷൻ ടൈം വരുന്നത് എൻ്റെ അടുത്തൊന്ന് പറയണമെന്ന്. അങ്ങനെ അവർ എൻ്റെ അടുത്ത് ടൈം ആയപ്പോൾ പറഞ്ഞു. അപ്പോൾ അതേ ഒരു അവസ്ഥയാണ് ഇപ്പം നിങ്ങൾക്കും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. ഇന്ന് എക്സാക്റ്റ് ഡേറ്റ് 25 May 2026 ആണ്. June 5, 2026 നിങ്ങൾ DTE കേരളയുടെ വെബ്സൈറ്റ് കയറിയിട്ട് അഡ്മിഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഇടുകയാണെങ്കിൽ നിങ്ങൾക്കും കേരളത്തിലെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റും. അന്ന് ഞാനും DTEയുടെ സൈറ്റിൽ കയറി. എനിക്ക് ഫസ്റ്റ് ഓപ്ഷൻ കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജ്, അവിടെ എനർജി സിസ്റ്റം അനാലിസിസ് ആൻഡ് ഡിസൈൻ എന്ന് പറഞ്ഞ കോഴ്സായിരുന്നു എൻ്റെ ഫസ്റ്റ് ചോയ്സ്. അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്തു. അതേപോലെ തന്നെ ഞാൻ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ വേറെ ഏതൊരു എനർജി റിലേറ്റഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഫസ്റ്റ് പ്രയോറിറ്റി എനിക്ക് കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജായിരുന്നു. ദെൻ അതിലൊക്കെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗേറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഗേറ്റ് ഇല്ലാതെയാണ് ഞാൻ MTechന് ആപ്ലിക്കേഷൻ ഇട്ടത്. ചിലർക്കറിയാം, ചിലർക്ക് അറിയില്ല എന്നുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗേറ്റ് എഴുതാതെ നമുക്ക് MTechന് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ? അന്ന് എനിക്കും അറിയില്ലായിരുന്നു. പണ്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാനും വിചാരിച്ചിരുന്നത് MTech എന്ന് പറയുന്നത് ഗേറ്റ് എഴുതിയാൽ മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ് എന്നുള്ളത്. അപ്പം ആ ഒരു സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഒരു സീനിയർ ഒരു ചേട്ടനായിരുന്നു. ആ ചേട്ടൻ MTechന് അഡ്മിഷൻ എടുത്തത് നമ്മുടെ CGPA, നമ്മുടെ
എഞ്ചിനീയറിങ്ങിന് കിട്ടുന്ന മാർക്ക് വെച്ചിട്ട് നമുക്ക് കയറാൻ പറ്റും. നമുക്ക് നല്ല സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് ഗവൺമെൻറ് കോളേജസിൽ കയറാൻ പറ്റുന്നില്ല. ആ ചേട്ടൻ അങ്ങനെ കയറിയിട്ടുള്ളത് കൊണ്ട് ആ ചേട്ടനെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എനിക്ക് അറിയാം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് ഗേറ്റ് സ്കോർ ഇല്ലെങ്കിലും ഈവൻ നിങ്ങൾക്ക് ഇയർ ഗ്യാപ്പ് വരികയാണെങ്കിലും ഒന്നും ഒരു ഇഷ്യൂ അല്ല. നിങ്ങൾക്ക് നല്ലൊരു CGPA ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കേരളത്തിലെ ഗവൺമെൻറ് കോളേജസിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഞാൻ അഡ്മിഷൻ എടുത്തപ്പോൾ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ചോദിച്ചു കേട്ടോ, ഇങ്ങനെ കയറിയ ഗേറ്റ് വെച്ചിട്ടാണോ, ഗേറ്റ് എഴുതിയായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് സ്കോർ ബേസിലാണ് ഞാൻ കയറിയിരിക്കുന്നത്, ഗേറ്റ് ഇല്ലാതെയാണ് കയറിയത് എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത് എനർജി സിസ്റ്റം അനാലിസിസ് ആൻഡ് ഡിസൈൻ ആണ്. ഈ കോഴ്സ് നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഈ ഒരു കോഴ്സ് ഓപ്റ്റ് ചെയ്താൽ മതി. അപ്പം അതിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് കയറി ജോയിൻ ചെയ്യാൻ പറ്റും. എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് MTech വലിയൊരു ആഗ്രഹമുള്ള കാര്യമായിരുന്നു. അപ്പം എൻ്റെ പുറത്തൊക്കെ അന്വേഷിക്കുന്ന ടീച്ചേഴ്സൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ആക്ച്വലി ഈ ഡേറ്റ് കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റത്തില്ല, നീ ലേറ്റ് ആയില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഈ നമ്മുടെ ഗവൺമെൻറ് കോളേജസിൽ ആപ്ലിക്കേഷൻ ഇട്ടത് ആരും അറിയില്ലായിരുന്നു. ദെൻ സഡൻലി ഞാൻ അവരെ ഇൻഫോം ചെയ്യാണ് എനിക്ക് അഡ്മിഷൻ കിട്ടി, സീറ്റ് കിട്ടി എന്ന് പറഞ്ഞപ്പം എല്ലാവരും വാട്ട്, നിങ്ങൾക്ക് എങ്ങനെ കിട്ടി, നീ എപ്പോൾ ആപ്ലിക്കേഷൻ ഇട്ടു എന്നൊക്കെ ചോദിച്ചു. ഇതാണ് ആക്ച്വലി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള സമയം. സോ ഈ ഒരു സമയത്താണ് നിങ്ങൾക്ക് നമ്മുടെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്, കേരളത്തിൽ 6 എഞ്ചിനീയറിംഗ് കോളേജസാണ് ഉള്ളത്, അതിൽ നിങ്ങൾക്ക് MTech ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് കറക്റ്റ് ടൈം. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഗേറ്റ് സ്കോർ ഇല്ലാതെ കയറിയെന്ന് മാത്രമല്ല, എനിക്ക് ഇവിടെ പഠിക്കുന്ന സമയത്ത് ബാക്കി ഞാൻ മുന്നേ BTech ചെയ്തത് നല്ല പൈസ കൊടുത്തിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് എനിക്ക് MTech എന്തായാലും ഞാൻ ഗവൺമെൻറ് സീറ്റിൽ ചെയ്യും എന്നുള്ളൊരു വാശി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഫീസ് വളരെ കുറച്ചായിരിക്കും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ലൈക്ക് പ്രൈവറ്റ് കോളേജസിലുള്ളത് പോലെയോ ഒന്നുമല്ല. ചെറിയ എമൗണ്ട്, അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചെറിയ എമൗണ്ട് ആണ്. സെമ്മിന് പെർ സെം അത് വാരി ചെയ്യും കേട്ടോ. അതായത് ഡിപ്പെൻഡൻ്റ് ആണ്, ലൈക്ക് കോളേജസിൽ ഓരോരോ ഫീസും കാര്യങ്ങളും ആഡ് ഓൺ ചെയ്യുന്ന സമയത്ത് അത് വാരി ചെയ്യും. എന്നാലും പെർ സെം അറൗണ്ട് ഒരു 6,000-7,000 ഉള്ളിലാണ് പെർ സെമ്മിൽ നമ്മുടെ ഫീ വരുന്നത്. അതുകൂടാതെ ബാക്കി അഡ്മിഷൻ ടൈമിന് കുറച്ച് ഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് വലിയ എമൗണ്ട് അല്ല, ചെറിയ എമൗണ്ട് ആണ്. ആൻഡ് ദ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടും. അതായത് നിങ്ങൾക്ക് ഗേറ്റ് സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 12,450 ഓർ സംതിങ്, അറൗണ്ട് 12,000 നിങ്ങൾക്ക് പെർ മന്ത് സ്റ്റൈപ്പൻഡ് കിട്ടും. ഇനി നിങ്ങൾക്ക് ഗേറ്റ് സ്കോർ ഇല്ല എന്ന് ആണെങ്കിൽ നോൺ ഗേറ്റ് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്കോളർഷിപ്പ് ഉണ്ട്. ആ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ഇതൊന്നും പോരാതെ നിങ്ങളിപ്പം OBC പോലത്തെ കാറ്റഗറീസ് ആണെങ്കിൽ അവർക്ക് ഗ്രാൻസ്, OBC മാത്രമല്ല SC ST അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രാൻസ് എന്ന് പറഞ്ഞിട്ടൊരു സ്കോളർഷിപ്പ് ഉണ്ട്. അതിനും പെർട്ടിക്കുലർ ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് കിട്ടും. അപ്പം ആക്ച്വലി പഠിച്ചിറങ്ങാൻ നിങ്ങളുടെ കയ്യിൽ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും വേണം. പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് ഈ സ്കോളർഷിപ്പ് വഴി തന്നെ നമുക്കത് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഒരുപാട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്തുണ്ട് നമ്മുടെ ഈ ഒരു ഗവൺമെൻറ് കോളേജസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഫിനാൻഷ്യലി ബാക്ക് ആണ് എന്ന് ഓർത്തിട്ട് ഇതിനേക്ക് ഇറങ്ങാണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇനി അത് മാത്രമല്ല, ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് 2 ഇയർ ആണെങ്കിലും 2 ഇയറിൽ 1 ഇയർ ആണ് പ്രോപ്പറായിട്ട് ക്ലാസ്സസ് ഉണ്ടാവുക. ഈ ക്ലാസ്സസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പ്രോജക്റ്റ് ടൈമാണ്. ഈ പ്രോജക്റ്റ് ടൈമിൽ നമ്മൾ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ഇതിനിടയിൽ ഇൻറ്റേൺഷിപ്സ് വരും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ട് പറ്റും. നിങ്ങൾ കേരളത്തിൽ എൻജിനീയറിംഗ് കോളേജസിൽ MTech എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ എൻ്റെ കോളേജിലെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഒരു കോളേജിൽ എത്രത്തോളം ബ്രാഞ്ചസിൽ MTech അവൈലബിൾ ആണോ ആ MTechന് 18 സീറ്റ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 18 സീറ്റ്സും ഗേറ്റ് ഉള്ളവർക്കും അല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. എൻ്റെ കോഴ്സ് വരുന്നത് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണ്. പക്ഷേ ഇത് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് മാത്രമല്ല, ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകാർക്കും ഈ ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാം. ഞാനിത് ചൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ എസ്പെഷ്യലി എനർജി റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം എൻ്റെത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആയിരുന്നു BTech വരുന്നത്. അതിനുശേഷമാണ് ഞാൻ MTech
ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ എനർജി സിസ്റ്റം അനാലിസിസ് ആൻഡ് ഡിസൈൻ എന്ന് പറഞ്ഞ കോഴ്സ് എടുക്കുന്നത്. കാരണം എനിക്ക് ഫോക്കസ് വന്നിട്ടുള്ളത് ഈ എനർജി ആൻഡ് ഡിസൈൻ ആണ്. അപ്പോൾ അത് രണ്ടും കമ്പൈൻ ചെയ്യുന്ന ഒരു കോഴ്സ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത്. ഇപ്പം എൻ്റെ സീനിയേഴ്സ് ആണെങ്കിൽ അവർ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, പിന്നെ കെമിക്കലുകാരുണ്ട്, മെക്കാനിക്കലുകാർക്ക് ജോയിൻ ചെയ്യാം, പിന്നെ അതുപോലെ ഇലക്ട്രിക്കലുകാർക്ക് ചെയ്യാം, ഇലക്ട്രോണിക്സുകാർക്കും ചെയ്യാം. ഇങ്ങനെ വെറൈറ്റി ഓഫ് ബ്രാഞ്ചസിന് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു എംടെക് കോഴ്സാണ് എനർജി സിസ്റ്റം അനാലിസിസ് ആൻഡ് ഡിസൈൻ. അപ്പം ഈ ഒരു കോഴ്സിനെ കുറിച്ച് എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കുക, കുട്ടികളൊക്കെ ആയി ഇനിയൊന്ന് പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ ജോയിൻ ചെയ്യാം കേട്ടോ. കാരണം ഇവിടെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ബിടെക് ഡിഗ്രി ഉണ്ടായിരിക്കണം. ഇപ്പം നിങ്ങൾ ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഡേറ്റ് മറക്കണ്ട, ഈ വരുന്ന ജൂൺ 5-നുള്ളിൽ നിങ്ങൾ DTE കേരളയുടെ സൈറ്റിൽ കയറിയിട്ട് ആപ്ലിക്കേഷൻ ഇട്ടിരിക്കണം. സോ ഇതിൻ്റെ മോർ ഡീറ്റെയിൽസ് ഞാൻ എന്ത് ചെയ്യാം, ലിങ്കിലായിട്ട് താഴെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം. ആൻഡ് ഫർദർ മോർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് DM ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.